الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ووصينا الإنسان بوالديه إحسانا حملته أمه كرها ووضعته كرها وحمله وفصاله 30 شهرا حتى إذا بلغ أشده وبلغ 40 سنة قال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأصلح لي ذريتي إني تبت إليك وإني من المسلمين. ബഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും സൂക്ഷിക്കുവാൻ എന്നോട് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കാരുണ്യവാനായ പടച്ചറപ്പ് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഒരാൾ വന്നിട്ട് അയാൾ ചോദിക്കുന്ന ഒരു ചോദ്യം മൻ അഹഖു ബിഹുസ്നി സുഹ്ബത്തി എന്നാണ്. ജീവിതത്തിൽ ഞാൻ ഏറ്റവും നന്നായിട്ട് എൻ്റെ സ്വഭാവം, എൻ്റെ പെരുമാറ്റം ഏറ്റവും മനോഹരമായി, ഏറ്റവും കടപ്പെട്ടത്, ഏറ്റവും ഭംഗിയാക്കേണ്ടത് ആരോട് എന്നാണ് ചോദ്യം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞത് ഉമ്മുക്ക, നിന്റെ ഉമ്മയോട് എന്നാണ്. ചോദ്യകർത്താവിൻ്റെ ചോദ്യം തുടർന്ന് സുമ്മ മൻ യാ റസൂലല്ലാഹ്, രണ്ടാമതാരാണ് എന്ന അർത്ഥത്തിലാണ് ചോദ്യം. വന്ന ഉത്തരം നേരത്തെ വന്ന അതേ ഉത്തരമാണ് ഉമ്മുക്ക, നിന്റെ ഉമ്മയോട്. മൂന്നാമതും ചോദ്യകർത്താവ് ചോദിക്കുന്ന ചോദ്യം സുമ്മമൻ യാ റസൂലല്ലാഹ്, അടുത്തതാരാണ് നബിയെ? അപ്പോഴും അതേ ഉത്തരമാണ് ഉമ്മുക്ക, നിന്റെ ഉമ്മയോട് എന്നാണ്. 3 തവണ ഒരേ ഉത്തരം വന്നു. 4ാമത്തെ തവണയാണ് അബൂക്ക എന്ന ഉത്തരം വരുന്നത്. നിന്റെ പിതാവിനോട് എന്ന ഉത്തരം വരുന്നത് 4ാമത്തെ തവണയാണ്. 3 തവണയും മാതാവിൻ്റെ മാഹാത്മ്യം വളരെ പ്രാധാന്യപൂർവ്വം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ച മക്കളുമായി ബന്ധപ്പെട്ട കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ തുടർ ഭാഗം പറയുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാം അവൻ്റെ ഉമ്മയാണ്. ഉമ്മ, പിതാവ് നൽകാൻ കഴിയാത്ത പലതും ഉമ്മക്ക് മക്കൾക്ക് നൽകാൻ കഴിയുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഗർഭം, 10 മാസത്തെ ഗർഭം, ഹംല്. മറ്റൊന്ന് പ്രസവമാണ്, ത്യാഗം, വേദന, തിരിയാനും അറിയാനും കഴിയാതെ താല്പര്യങ്ങൾ പോലും മറന്ന് ക്ഷീണം, ശരീരത്തിൻ്റെ വിഷമം, ദുഃഖം, പ്രയാസം. മറ്റൊന്ന് 2 കൊല്ലത്തോളമുള്ള പാലൂട്ടലാണ്. ഖുർആൻ അതെടുത്തു പറയുന്നുണ്ട്. 2 കൊല്ലമാണ് ഒരു കുഞ്ഞിനെ ഒരു ഉമ്മ പാലൂട്ടേണ്ടത് എന്ന് ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ഈ 3 സംഗതിയും ലോകത്ര എങ്ങനെയൊക്കെ പുരോഗമിച്ചു പറഞ്ഞാലും, എത്ര ജെൻഡർ ന്യൂട്രൽ എന്ന ഭംഗി വാക്കെടുത്ത് പറഞ്ഞാലും
അത് പുരുഷന് അസാധ്യമാണ്. ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം അത് അസാധ്യമാണ്. അവിടെ വേറിട്ട് നിൽക്കുന്നത് ഒരു ഉമ്മയാണ്. ഈ മൂന്ന് സംഗതിയും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ്. ഭൂമിയിലേക്ക് വരിക, വളർച്ച, അതിന്റെ ഘട്ടങ്ങൾ. അൽ ജന്നത്തു തഹ്ത ഖദാമിൽ ഉമ്മഹാത്ത് എപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു ഹദീസാണ്. ഉമ്മമാരുടെ കാൽപാദത്തിന് ചുവട്ടിലാണ് അള്ളാഹു നിങ്ങളുടെ സ്വർഗം നിശ്ചിതമാക്കിയിട്ടുള്ളത് എന്നാണ്. സ്വർഗവുമായിട്ട് ഉമ്മയെ അള്ളാഹു തആല ബന്ധപ്പെടുത്തുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ 4 സ്ഥലങ്ങളിൽ ഒരേപോലെ പ്രതിപാദിക്കുന്ന ഒരു സംഗതിയുണ്ട്. അള്ളാഹിന്റെ കൂടെ മാതാപിതാക്കളെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നന്ദി ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണം. തുടർച്ചയായി പറയുന്നു. എന്നോട് നിങ്ങൾ ഇഹ്സാൻ നടത്തണം, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ഇഹ്സാൻ നടത്തണം. 4 സ്ഥലങ്ങളിൽ ഖുർആൻ ഒരേ ശൈലി പോലെ റബ്ബിനോടൊപ്പം മാതാപിതാക്കളെ എടുത്തു പറയുമ്പോൾ മഹാന്മാരായ മുഫസ്സിറുകൾ അതിനെ വ്യാഖ്യാനിച്ച് പറയുന്നത് മനുഷ്യന്റെ സൃഷ്ടിപ്പ് നടത്തിയത് അള്ളാഹുവാണ് എന്നുറപ്പാണ്. പക്ഷേ ഒരു മനുഷ്യൻ നോക്കിക്കാണുന്ന അവന്റെ സൃഷ്ടാക്കൾ അവന്റെ മാതാപിതാക്കളാണ്. അവൻ അന്നം നൽകുന്നത്, അവനെ വളർത്തുന്നത്, അവനെ കൊണ്ടുപോകുന്നത്, അവനെ ലാളിക്കുന്നത്, അവന് സ്നേഹം ചുരത്തുന്നത്, അതൊക്കെ അവന്റെ മാതാപിതാക്കളാണ്. അതുകൊണ്ടാണ് ആ രീതിയിൽ അള്ളാഹുവിന്റെ പദപ്രയോഗമുണ്ടായത് എന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നത് കാണാൻ സാധിക്കും. ഉമ്മ ഒരു ത്യാഗമാണ്. ആ ത്യാഗം ഉമ്മമാർക്ക് മാത്രം അറിയുന്നതുമാണ്. ആണുങ്ങൾക്കത് അറിയൂല. നമ്മളെത്ര വാഴ്ന്നു പറഞ്ഞിട്ടും കാര്യമില്ല, അതിങ്ങനെ പറയാന്നല്ലാതെ. ആണുങ്ങളായ മുഫസ്സിറുകൾ ഈ വക വിഷയങ്ങൾക്ക് തഫ്സീർ എഴുതുമ്പോ അവർക്കും അതറിയൂല. എങ്ങനെയാണത്? അത് അനുഭവം മാത്രമാണ്. അനുഭവിക്കുന്നവന് മാത്രം തിരിയുന്ന ചില പദപ്രയോഗങ്ങളുണ്ട് ഖുർആനിൽ. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് ഉപദേശിക്കുന്നു. എന്നിട്ട് പിന്നെ പറഞ്ഞ വാക്ക് ഹമലത്തുഹു ഉമ്മുഹു കുർഹൻ, ഉമ്മ പ്രയാസം സഹിച്ചിട്ട് ഗർഭം ചുമന്നു. വവളഅതുഹു കുർഹൻ, പ്രയാസം സഹിച്ചിട്ട് പ്രസവിച്ചു. വഹംലുഹു വഫിസാലുഹു 30 ശഹ്റാ, ഗർഭകാലവും അതുപോലെ മുലകുടി പിരിയാനുള്ള കാലവും 30 മാസമാണ്. പരിശുദ്ധ ഖുർആൻ അങ്ങനെ പ്രയോഗിച്ചു. വലിയ പാഠമുണ്ട്. പുതിയ കാലത്ത് ഒരുപാട് പഠനങ്ങൾ അത് സംബന്ധമായി നടത്തുന്നുണ്ട്. 24 മാസമാണ് 2 കൊല്ലം എന്ന് പറയുമ്പോൾ ആ 2 കൊല്ലം മുലയൂട്ടുന്ന കാലമാണ്. പിന്നെ അതിൽ ബാക്കി വരുന്നത് 3 കൊല്ലത്തിന് 6 മാസമാണ്. അപ്പൊ ഗർഭകാലത്തിന് 6 മാസം എന്ന് ഖുർആൻ പ്രയോഗിച്ച് കാണുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുക്കൽ ഒരു പരാതി വരുന്നുണ്ട്. ഒരു മനുഷ്യൻ വന്ന് പറയാണ്, എന്റെ ഭാര്യ പ്രസവിച്ചു, 6 മാസേ ആയിട്ടുള്ളൂ, അപ്പോഴേക്കും അവളെ പ്രസവിച്ചു, അതുകൊണ്ട് എനിക്ക് സംശയമുണ്ട് ആ കുട്ടി എന്റേതല്ല. അന്ന് DNA ടെസ്റ്റ് ഒന്നും ഇല്ലാത്ത കാലമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഓതി പറഞ്ഞു, നീ ശങ്കിക്കണ്ട, അത് നിന്റെ കുട്ടി തന്നെയാണ്. ഖുർആൻ പറയുന്നു ഹംലുഹു വഫിസാലുഹു 30 ശഹ്റാ, ഗർഭകാലവും അതുപോലെ തന്നെ മുലകുടി പിരിയാനുള്ള കാലവും മുലകുടി പ്രായവും അത് 30 ശഹ്റാ, 30 മാസമാണ്. അപ്പൊ 24 ബാക്കി 6 മതി എന്നാണ്. 6 മാസമായി ജനിച്ച കുട്ടികൾ പുതിയ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നത്, ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് വരുന്നതൊക്കെ പുതിയ കാലത്ത് നമുക്ക് കാണാൻ കഴിയും. ഒന്നുമില്ലാത്തൊരു കാലത്ത് ഖുർആനിലെ ഈ പദപ്രയോഗം പോലും അത്ഭുതകരവും പഠന വിധേയമാക്കേണ്ടതുമാണ് എന്ന് ഇത് സംബന്ധമായി പഠനം നടത്തുന്ന ആളുകൾ പറയുന്നത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഹംല്, ഫിസ്വാല്, അതുപോലെ തന്നെ പ്രസവം മുതലായ ഒരുപാട് ഗുണങ്ങൾ ഒരു ഉമ്മ മനുഷ്യന് ചെയ്തു കൊടുക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഉമ്മയോടുള്ള കടപ്പാട് അത് വലിയ ഒരു കടപ്പാടായി മാറുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ ഉമ്മയെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു കൊടുക്കുന്നു. പിതാവിനെ സംബന്ധിച്ചിടത്തോളം പിതാവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു കുട്ടിക്ക് ഓർത്തെടുക്കാൻ കഴിയും. പുസ്തകം വാങ്ങിക്കൊടുത്തത്, സ്കൂളിൽ കൊണ്ടുപോയത്, കോഴ്സിന് കൂടെ പോകുന്നത്, അതിന് പൈസ തന്നത് ഒക്കെ മക്കൾ ഓർക്കാൻ കഴിയും. പക്ഷെ ജീവിതത്തിൽ ഓർത്തെടുക്കാൻ കഴിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പ്രസവമാണ്. അതൊരു കുട്ടിക്ക് ഓർക്കാൻ കഴിയില്ല. ഏറിയ ഒരു 6 വയസ്സ് 5 വയസ്സ് കാലത്തെ ഓർമ്മകളെ, ഭൂതകാലത്തിന്റെ രാവ് പകലുകൾക്കിടയിൽ നിന്നൊരു മനുഷ്യന് ചികഞ്ഞെടുക്കാൻ കഴിയും. അതിന് മുന്നേ എന്ത് അറിഞ്ഞുകൂടാ. ആ ഓർമ്മ അത് അള്ളാഹ് ഓർമ്മപ്പെടുത്തി കൊടുക്കുക. അത് ഉമ്മ നിന്നെ പ്രസവിച്ച
പ്രസവം, അതിനു മുമ്പേ 10 മാസം നിന്നെ ചുമന്ന ഗർഭം, അതിനുശേഷം 2 വർഷത്തോളം നിനക്ക് അമ്മിഞ്ഞ തന്ന ആ മധുരമായ സ്നേഹം, ഇതൊക്കെ കൂട്ടി ഘടിപ്പിച്ച് പറയുമ്പോഴേ ഉമ്മ ആരാണ് എന്നൊരു കുട്ടിക്ക് തിരിയുള്ളൂ. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പദവിയും പ്രാധാന്യവും ഉമ്മമാർക്ക് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. ആ രീതിയിൽ ഒരു കുട്ടി അങ്ങനെ വളർന്നു വന്നിട്ട് 40 വയസ്സ് തികയുമ്പോ അപ്പൊ അവൻ പറയുമത്രേ, റബ്ബി ഔസിഗ്നി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. പടച്ചവനെ, നീ അനുഗ്രഹം ചെയ്തു എനിക്കും എന്റെ മാതാപിതാക്കൾക്കും. വഅൻ അഅ്മല സ്വാലിഹൻ തർളാ, അതുകൊണ്ട് നീ തൃപ്തിപ്പെടുന്ന പ്രവർത്തനം ചെയ്യാൻ എനിക്ക് തൗഫീഖ് തരണം റബ്ബേ. വഅസ്ലിഹ് ലി ദുർരിയതി, എന്റെ മക്കളെ നീ നന്നാക്കണം റബ്ബേ. ഇന്നി തുബ്തു ഇലൈക, ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു. വ ഇന്നി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരുമാകുന്നു. സൂറത്ത് അഹ്ഖാഫിലെ 15-ാമത്തെ ആയത്ത്, അതിന്റെ അർത്ഥം വിശദീകരണം ഒക്കെ ഇടക്കിടക്ക് വായിക്കുന്നത് നല്ലതാണ്. ജീവിതഗന്ധിയാണ് ആയത്ത്. സത്യത്തിൽ 40 വയസ്സാകുമ്പോ ബാപ്പാനെ ഓർക്ക ഉമ്മാനെ ഓർക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊരു ത്യാഗമാണ്. സാധാരണഗതിയിൽ ഒരു മനുഷ്യന്റെ 40 വയസ്സ് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കുമ്പോ അവന് മക്കളുണ്ടാകും, അവന് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും, മുകളിൽ അവനൊരു മാതാപിതാക്കളുമുണ്ട്. പ്രതിസന്ധികൾ ഒരുപോലെ സ്നേഹം 2 ഭാഗത്തുനിന്നും പിടിച്ചു വലിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടമാണ്. അവിടെ തകരാതെ പതറാതെ 2 മേഖലയും കൂട്ടിപ്പിടിക്കാൻ മനുഷ്യന് സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് നിരന്തരം ഖുർആൻ പറയാ, ഉമ്മയെ ആദരിക്കണം, ഉമ്മയെ ബഹുമാനിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്കിടക്ക് പറയും, മാതാവിന്റെ മാഹാത്മ്യം പറയും, സ്ഥാനം പറയും. സത്യത്തിൽ മുതിർന്നവർ വീട്ടിലുണ്ടാവുക എന്നുള്ളത് വീടിന്റെ ഒരു ഐശ്വര്യമാണ്, വീടിന്റെ ഒരു ബറക്കത്താണ്. എങ്ങനെയെങ്കിലും അവരൊന്ന് പോയി കിട്ടാതെ ചിന്തിക്കാൻ പാടില്ലല്ലോ, പ്രത്യേകിച്ച് പുതിയ കാലത്ത്. ഖുർആൻ അതുകൊണ്ടാ പറഞ്ഞത്, ഇമ്മായ ബലഗന്ന ഇൻദകൽ കിബർ, വാർദ്ധക്യം ബാധിച്ചിട്ട് നിന്റെ അടുത്ത് അവരുണ്ട്, ഒരാളോ അല്ലെങ്കിൽ 2 പേരോ, അവർക്ക് കരുണയുടെ ചിറക് താഴ്ത്തി കൊടുക്കണം. അവരെ വിരട്ടാൻ പാടില്ല. വളരെ മാന്യമായ ഭാഷ അവരോട് നിങ്ങൾ ഉപയോഗിക്കണം. അതിനുശേഷം അവർക്ക് വേണ്ടി നിങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്യണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. മരിക്കുന്നവരെ എന്ന് മാത്രമല്ല, മരിച്ചാൽ അത് കൂടുതലായി മാറുകയാണ് പ്രാർത്ഥന. അർഹമു എന്ന പദം, റഹിമ എന്ന പദം കൂടുതൽ മരണത്തിന് ശേഷമുള്ള ദുആയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. പറഞ്ഞു വന്നത്, അവർ വിട പറഞ്ഞു പോയാലും നമ്മുടെ ദുആകളിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ അവരിങ്ങനെ കടന്നു വരുന്നു. ഓർമ്മകളിൽ വീണ്ടും നമ്മളെ നിരന്തരമായിട്ട് കണ്ണുനീര് പ്രവാഹമായിട്ട് ഉമ്മ നമ്മളെ നമ്മുടെ ജീവിതത്തിലേക്ക് പിന്നെയും കടന്നു വരുന്ന പോലെ. അതുകൊണ്ടാണ് ഉമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന. യുദ്ധത്തിന് അനുവാദം ചോദിച്ചു വന്നു ഒരു മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത്. ചോദിക്കുന്ന തിരിച്ചൊരു ചോദ്യമുണ്ട്, വീട്ടിൽ ആരുണ്ട് എന്നാണ്. വൃദ്ധ മാതാപിതാക്കളുണ്ടെന്ന മറുപടി വന്നപ്പോ, നീ അവരോടാണ് നിന്റെ ജിഹാദ് എന്നാണ്. അവരെ പോയി ഇടങ്ങാറാക്കാന്നല്ല ഇതിന്റെ അർത്ഥം, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക എന്നാണ്. നീ തിരിച്ചു പോകണം. നീ പോരുമ്പോ അവരെങ്ങനെയാ? അവർ കരയുകയായിരുന്നു. നീ പോയിട്ട് തിരിച്ചു ചെന്നിട്ട് അവരെ ചിരിപ്പിക്കണം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത്ര പ്രാധാന്യത്തോടുകൂടി, പിതാവിനേക്കാൾ പ്രാധാന്യത്തോടുകൂടി മാതാവിനെ എടുത്തു പറയാണ്. ജീവിതത്തില് ഒരുപാട് ജന്മങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാകാം. ഒരുപാട് മനുഷ്യന്മാർ, അന്ധന്മാർ, വൈകല്യമുള്ളവർ, കണ്ണില്ലാത്തവർ, കാതില്ലാത്തവർ ഒക്കെ അള്ളാന്റെ പരീക്ഷണം പോലെ ഈ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ പൂക്കളില്ലാത്ത ഒരു ജീവിതം, ഒരു ജന്മം നമുക്ക് കാണാൻ കഴിയില്ല. അത് സംബന്ധമായി പഠനം നടത്തുമ്പോൾ അത് ഉമ്മയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ്. 4 മാസം മുതൽ ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് അള്ളാഹു തരുന്ന ഒരു കേബിൾ, അതിലൂടെ സ്വീകരിക്കുന്ന ഭക്ഷണം, പോഷക ആഹാരങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമായൊരു തലം. ജനിച്ചപ്പോ പൊക്കിൾ കൊടി ഉണ്ടായിരുന്നു, താനെ അത് മുറിഞ്ഞു പോയി. പിന്നെ ഒരു അടയാളം അള്ളാഹു നെഞ്ചത്ത്, വയറ്റത്ത് ബാക്കിയാക്കി തന്നു. അതാണ് ഉമ്മയുമായിട്ടുള്ള മനുഷ്യന്റെ ബന്ധം.
ചെറിയൊരു സംഗതിയല്ല. ഉമ്മയുടെ കണ്ണുനീർ വളരെ പ്രധാനമാണ്. ഉമ്മയെ ആനന്ദിപ്പിക്കുക എന്നുള്ളത് മക്കളുടെ ജീവിതമാണ്, മക്കളുടെ വിജയത്തിന്റെ നിദാനമാണ്. ഉമ്മമാരുടെ പ്രാർത്ഥന അത് മക്കൾക്ക് നേടിയെടുക്കാൻ കഴിയേണ്ടതാണ്. അവരെ സ്നേഹിക്കണം, അവരോടുള്ള കടപ്പാടുകൾ വീട്ടണം. ഉമ്മയില്ലാത്ത, ഉമ്മയുടെ സ്നേഹമില്ലാത്ത, ഉമ്മയുടെ കാരുണ്യമില്ലാത്ത ഒരു ജീവിതം മനുഷ്യനുണ്ടാകാൻ പാടില്ല. ഉമ്മമാരോട് പണങ്ങാൻ പാടില്ല. വളരെ മാന്യമായിട്ട് അവരോട് പെരുമാറാൻ കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപന കാലം അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. ജാഹിലിയ കാലത്ത് ഉമ്മമാരോട് മാന്യമായി പെരുമാറുന്നവരാണ് അറബികൾ, ബാപ്പമാരോട് മാന്യമായി പെരുമാറുന്നവരാണ് അറബികൾ. അതുകൊണ്ടല്ലേ ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞത്, മാതാപിതാക്കളെ ചീത്ത പറയരുത്. കൗതുകത്തോടെയും ജിജ്ഞാസയോടെയും അവർ ചോദിച്ചു, സ്വന്തം മാതാപിതാക്കളെ ആര് ചീത്ത പറയാൻ പ്രവാചകരെ? അപ്പോൾ അവിടുന്ന് പ്രതിവചിച്ചു, നിങ്ങൾ നിങ്ങളുടെ സഹോദരന്റെ മാതാപിതാക്കളെ ചീത്ത പറയും, അപ്പോൾ പകരത്തിന് പകരം എന്ന നിലയിൽ അവൻ നിങ്ങളുടെ മാതാപിതാക്കളെ ചീത്ത പറയും. ആകയാൽ നിങ്ങളെ മാതാപിതാക്കളെ അവനെ കൊണ്ട് ചീത്ത പറയിപ്പിച്ചതിന്റെ ഉത്തരവാദി നിങ്ങളാണ്. ആ അർത്ഥത്തിലാണ് മാതാപിതാക്കളെ ചീത്ത പറയരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ ജനസമൂഹത്തോട് പറഞ്ഞപ്പോൾ അവർക്ക് ബോധ്യമായത്. പുതിയ കാലത്ത് അതൊന്നുമില്ലല്ലോ. മാതാപിതാക്കളോട് ഉഫിൻ എന്ന് പറയരുത്. അനിഷ്ടകരമായ വാക്കുകളിൽ ഏറ്റവും താഴ്ന്ന പടിയുള്ള ഒരു പദപ്രയോഗമാണ് ഉഫിൻ എന്ന പദപ്രയോഗം. അറബികൾക്ക് നന്നായി തിരിയുന്ന പദപ്രയോഗമാണ്. മലയാളികളായ നമ്മൾ സാധാരണ അർത്ഥം വെച്ച് പോരാറുള്ളത് ചേ എന്ന വാക്ക് അവരോട് പറയരുത് എന്നാണ്. അത് മാത്രമല്ല, അവർക്ക് അനിഷ്ടകരമായിട്ട് ഒരു വാക്ക് നമ്മളിൽ നിന്നുണ്ടാകരുത്. അവരെ വെറുപ്പിക്കരുത്. അവർക്ക് പ്രാർത്ഥന ഉണ്ടാകണം. അവരുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ഉണ്ടാകണം. പണങ്ങരുത് ഉമ്മമാരോട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നെ ഒരു മനുഷ്യൻ വരുന്നുണ്ട്. എന്റെ ഉമ്മക്ക് വലിയ വാശിയാണ് അമീറുൽ മുഅ്മിനീൻ. യമനിൽ നിന്നാണ് ആ മനുഷ്യൻ വന്നത് എന്ന് ചരിത്രത്തിൽ കാണുന്നു. എന്റെ ഉമ്മക്ക് വലിയ വാശിയാണ്, കുറുമ്പാണ് എന്റെ ഉമ്മക്ക്. പ്രായം ഒരുപാടുണ്ട്. എപ്പോഴും എന്നോട് ഓരോന്നോരോന്ന് പറയും. ഞാൻ എങ്ങോട്ട് പോകുമ്പോഴും എന്റെ കൂടെ വരും. നടക്കാൻ എന്റെ ഉമ്മക്ക് വയ്യ. ഞാനപ്പോൾ എന്റെ ഉമ്മയെ ചുമന്നു കൊണ്ടുപോകും. ചികിത്സിക്കാൻ വേണ്ടി ഞാൻ പലപ്പോഴും എന്റെ ഉമ്മയെ ചുമന്നു കൊണ്ടുപോകും. എന്റെ യാത്രകളിൽ പലപ്പോഴും എന്റെ ഉമ്മ എന്റെ കൂടെ ഉണ്ടാകും. ഞാനുണ്ട് എന്ന് പറഞ്ഞ് ഉമ്മ വാശി പിടിക്കും. ഞാൻ ചുമന്നിട്ട് എന്റെ ഉമ്മയെ കൊണ്ടുപോകും. അമീറുൽ മുഅ്മിനീൻ ഞാൻ ഹജ്ജിന് വന്നപ്പോൾ പോലും എന്റെ ഉമ്മ എന്റെ കൂടെ കൂടി. ഞാൻ എന്റെ ഉമ്മയെ ചുമന്നു വന്നു. ഞാൻ എന്റെ ഉമ്മയെ ചുമലിലേറ്റിയിട്ട് ഞാൻ തവാഫ് ചെയ്തു, ഞാൻ സഅയ് ചെയ്തു. വലിയൊരു ത്യാഗം ചെയ്തതുപോലെ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ആ മനുഷ്യൻ ഇങ്ങനെ അവതരിപ്പിക്കുക. എല്ലാം കേട്ട രണ്ടാം ഖലീഫ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, ഇത്രയല്ലേ ഉള്ളൂ, ഇതൊക്കെ ഒരു കാലത്ത് നിന്റെ ഉമ്മ നിനക്ക് ചെയ്തത് തന്നെയല്ലേ എന്നാണ്. നിനക്ക് കുറുമ്പുള്ളൊരു കാലം, നിനക്കും വാശിയുള്ളൊരു കാലം, നീയും കരഞ്ഞ ഒരു കാലം, ഈ പറഞ്ഞതൊക്കെ എന്റെ ഉമ്മ നിനക്ക് ചെയ്തതാണ്. നിന്നെ ചുമന്ന് എവിടൊക്കെ കൊണ്ടുപോയി, നിന്നെ ഏറ്റി ഉമ്മ എവിടൊക്കെ കൊണ്ടുപോയി, നീ വാശി പിടിച്ചപ്പോൾ എന്തൊക്കെ നിവർത്തിച്ചു നിനക്ക്. അത് പകരത്തിന് പകരന്നേ പറയാൻ പറ്റുള്ളൂ. ഇതൊരു വലിയ ത്യാഗമായിട്ട് നീ പറയരുത് എന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വവിഖ്യാതമായ വചനങ്ങളിൽ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ടാ പറഞ്ഞത്, ശിക്ഷകൾ, നമ്മൾ ചെയ്ത പാപങ്ങളുടെ ശിക്ഷകൾ, ആ ശിക്ഷകളൊക്കെ അള്ളാഹു പരലോകത്ത് നമുക്ക് തരും എന്നാണ്. അള്ളാഹു നമ്മളെ പാപങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അവന്റെ കഠിനമായ ശിക്ഷകളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതിങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നിട്ട് പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാക്കുണ്ട്, ഇല്ലാ ഉഖൂഖൽ വാലിദൈൻ, മാതാപിതാക്കളോട് നീ ധിക്കാരം ചെയ്തതൊഴിച്ച് എന്നാണ്. അതിന്റെ ശിക്ഷ ദുനിയാവും തന്നെ ചിലപ്പോൾ നിനക്ക് കിട്ടും. അത് ചിലപ്പോൾ ജീവിതത്തിൽ ഒരു ബർക്കത്തും ഉണ്ടാവില്ല. അത്ര വെറുത്തിട്ടുണ്ട് നിന്റെ ഉമ്മ നിന്നെ. ജീവിതത്തിൽ നീ എന്ത് ചെയ്താലും ശരിയാകുന്നില്ല. അതല്ലെങ്കിൽ ഏറ്റവും തെറിച്ച ഒരു മകനെ എനിക്കട് തരും, പിന്നെ പുറത്തിറങ്ങാൻ പറ്റിക്കൊള്ളുന്നില്ല. ഒറ്റയ്ക്കിരുന്ന് കരയേണ്ടി വരും. നാട്ടിൽ പുറത്തിറങ്ങാൻ പറ്റൂല. അങ്ങനത്തെ മക്കള് ഒരു വീട്ടിലുണ്ടായാൽ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. എപ്പോഴും ദുആ ചെയ്യേണ്ടതാണ്, പ്രത്യേകിച്ച് പുതിയ കാലത്ത്. മത നിയമങ്ങളെ ചോദ്യം ചെയ്യുന്ന കാലത്ത്, ഉപദേശങ്ങളെ ചോദ്യം ചെയ്യുന്ന കാലത്ത്, എല്ലാം
പൊയ്ക്കിനാവുകളും കെട്ടുകഥകളുമാണെന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആനിനെ വരെ തൃണവൽഗണിക്കുന്ന കാലത്ത് അവിടെയാണ് ഈ വാക്കുകളുടെ പ്രാധാന്യമില്ല. ഉഖൂഖൽ വാലിദൈൻ, മാതാപിതാക്കളോട് നിങ്ങൾ ചെയ്യുന്ന ധിക്കാരമുണ്ടല്ലോ, ആ ധിക്കാരത്തിനൊഴികെ എന്നാണ്. അത് ചിലപ്പോൾ ദുനിയാവുന്നതിന്റെ ശിക്ഷ വന്നേക്കാം. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പറഞ്ഞു വന്നത്, ഉമ്മ ഒരു വലിയൊരു സംഭവമാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. ഉമ്മയുടെ വളർത്തൽ. ഇപ്പൊ സാധാരണഗതിയിൽ ഇപ്പൊ ആളുകൾ പറയാറുണ്ടല്ലോ, മദ്രസയിൽ പോയി ഒരു കാര്യമല്ല, മദ്രസയിൽ പോയി അതിന്റെ ഗുണം കാണാനില്ല, അല്ലെ, ഖുത്ബ കേട്ടു അതിന്റെ ഗുണം കാണാനില്ല, ക്യാമ്പിന് പോയി അതിന്റെ ഗുണം കാണാനില്ല, ക്ലാസ് കേട്ടു അതിന്റെ ഗുണം കാണാനില്ല. പൊതുസമൂഹത്തിൽ ഇതൊന്നും ഇല്ലാത്ത ആളുകൾ ഇതിനേക്കാൾ നല്ല സ്വഭാവം കാണിക്കുന്നുണ്ട്. അതൊരത്ഭുതമാണ്. ആർത്ഥത്തിൽ ചിലപ്പോൾ ആ വിമർശനത്തിന്റെ കാതലായ തലം ചിലപ്പോൾ അതിലൊരു സത്യമുണ്ടായിരിക്കാം. പക്ഷെ സത്യത്തിൽ അവിടെ തിരുത്തപ്പെടേണ്ട കുറെ സംഗതിയുണ്ട്. അവിടെ മാതാപിതാക്കളിൽ നിന്ന് കുഞ്ഞൊന്നും പഠിച്ചില്ല എന്നാ. ഔറത്ത് മറക്കണമെന്ന് കുട്ടി പഠിക്കുന്നുണ്ട് മദ്രസയിൽ പോയിട്ട്. വാപ്പവനെ കൊണ്ടായത് ഒരു ബർമുഡ ടൗസർ ഇട്ട ബൈക്കുമ്പോ കൊണ്ടുപോയിട്ട് ആ മദ്രസയിൽ ഇറക്കി കൊടുക്കണത്. എന്നിട്ട് പോങ്ങനെ പോരുമ്പോ മുട്ടുമുക്കളുടെ ഇടയിലുള്ള ഔറത്ത് വാപ്പ ആണ് പുരുഷന്റെ ഔറത്ത് എന്ന് കുട്ടി മദ്രസ എന്ന് പഠിക്കുക. പോങ്ങനെ ആലോചിക്കുക, വാപ്പ ചെറിയൊരു ടൗസർ ഇട്ടിട്ട് അവനെ അവിടെ കൊടുന്ന് ഇറക്കി എടുക്കാനും വാപ്പ വരുന്നത് അങ്ങനെ തന്നെയാണ്. ഈ കുട്ടി എന്ത് ദീന് പഠിക്കാൻ? തല മറക്കണമെന്ന് കുട്ടി പഠിക്കുന്നു മദ്രസന്ന്, മുൻകൈയും മുഖവും ഒഴിച്ചെല്ലാം മറക്കണം എന്ന് കുട്ടി പഠിക്കുന്നത്. പെരയിൽ വന്നിട്ട് അത് കാണില്ല. ഉമ്മ കല്യാണത്തിന് പോകുമ്പോ, ഉമ്മ പുറത്തിറങ്ങുമ്പോ കുട്ടി അങ്ങനെ ഒരു രീതി കാണുന്നില്ല. സൽസ്വഭാവത്തിന്റെ മഹിമ പഠിക്കുന്നു. 1-ാം നമ്പർ മാർക്ക് കുട്ടിക്ക് 100 മാർക്ക് കിട്ടുന്നു. പക്ഷെ വീട്ടിലതില്ല. തെറി പറയരുത് എന്ന് പഠിപ്പിക്കുന്നു, വീട്ടിൽ തെറി വാക്കുകളെ ഉണ്ടാകുന്നുള്ളൂ. അവിടെയാണ് സത്യത്തിൽ നമ്മുടെ പരാജയം സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഉമ്മ ഒരു അത്ഭുതമായി മാറുന്നത്, ഉമ്മ ഒരു സംസ്കാരമായി മാറുന്നത് അവിടെയാണ്. ഉമ്മ വളർത്തിയ മക്കൾ ലോകം കീഴടക്കിയ മക്കളാണ്. ഉമ്മ വളർത്തിയ മക്കൾ, ഉമ്മയുടെ സ്നേഹം, ഉമ്മയുടെ പ്രാർത്ഥന, അത് ഒരു ചെറിയ സംഗതിയല്ല. നമ്മളെത്ര മോശക്കാരായാലും പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. നമ്മളെത്ര മോശക്കാരായാലും നമ്മളെല്ലാ ആളുകളും പറയാം, അല്ലെ, നമ്മളെ മക്കളെത്ര മോശക്കാരായാലും ആളുകൾ മക്കളെല്ലാം പറയാം, നമ്മളെ പറയാം. ഖുർആൻ തന്നെ തെളിവുണ്ട്. മറിയം ബീവിക്ക് ഈസ എന്ന കുഞ്ഞുണ്ടായപ്പോ ജനങ്ങൾ തെറ്റിദ്ധരിച്ചു. മറിയം എന്തോ മോശം ചെയ്തു എന്നാണ് അവർ തെറ്റിദ്ധരിച്ചത്. അപ്പൊ അവര് പറഞ്ഞൊരു വാക്കുണ്ട്, എന്തേ മറിയമേ നീ ഇങ്ങനെ നല്ല പറയുന്നത്? എന്റെ വാപ്പ നല്ല വാപ്പ. നിന്റെ ഉമ്മ വ്യഭിചാരി ആയിരുന്നില്ല മറിയമേ, എന്തു പറ്റി നിനക്ക്? എന്റെ അമ്മയും വാപ്പയൊക്കെ നല്ലവരായിരുന്നു എന്നാണ്. ഏത് കാലത്തും അങ്ങനെ തന്നെ മനുഷ്യന്മാരുടെ പ്രതിവചനം അതാണ്, അവരുടെ അഭിപ്രായ പ്രകടനം അതാണ്. അതിൽ പാഠമുണ്ടല്ലോ നമുക്ക്. അതുകൊണ്ടാ പറഞ്ഞു വന്നത്, ഉമ്മ വളർത്തിയ മക്കൾ. അവിടെയാണ് ഷാഫി ഇമാമിന്റെ കഥ അത്ഭുതമായി മാറുന്നത്. കുഞ്ഞുനാളിൽ ബാപ്പ നഷ്ടപ്പെട്ട കുട്ടിയെ വളർത്തിയത് ഉമ്മയാണ്. ആ മനുഷ്യൻ 7-ാമത്തെ വയസ്സിൽ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി എന്നാ പറയുന്നത്. കുട്ടിക്ക് ഇങ്ങനെ ആ കുട്ടി പിന്നെ ഓർത്തെടുക്കുന്നുണ്ട്. 7 വയസ്സാകുമ്പോ ഉമ്മ ഡ്രസ്സ് ചെയ്ത് കൊടുക്കും. ഉമ്മ ബാല്യകാലം ഇങ്ങനെ ഓർത്തെടുക്കുന്നുണ്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി. ജീവിതത്തിൽ ഉമ്മ ചെലുത്തിയ സ്വാധീനം. യഹ്യ ബിൻ ഷറഫ് എന്ന കുട്ടി ലോക ചരിത്രത്തിലെ, പ്രത്യേകിച്ച് ഷാഫി പണ്ഡിതന്മാരുടെ കൂട്ടത്തിലെ ഇമാം നവവിയായി അറിയപ്പെട്ട അദ്ദേഹത്തിന്റെ ബാല്യകാലത്തും ഉമ്മയുടെ ഒരു തലോടൽ, ഉമ്മയുടെ ഒരു വളർത്തൽ അത്ഭുതമായിരുന്നു. വെള്ളം ചോദിച്ച ഉമ്മ, യഹ്യ ബിൻ ഷറഫ് എന്ന കുട്ടി ഓടിക്കൊണ്ട് വന്ന് വെള്ളവുമായിട്ട്, അറിയാതെ ഉമ്മ ഉറങ്ങിപ്പോയി. പകലന്തിയോളം പണിയെടുത്ത ഉമ്മയെ ഉണർത്തണ്ട എന്ന് കുട്ടിക്ക് തോന്നി. കുട്ടി അങ്ങനെ ഒരു നൃത്തം നിൽക്കുന്നുണ്ട് വെള്ളപ്പാത്രവുമായി. അർദ്ധരാത്രി ഞെട്ടി ഉണർന്നപ്പോ ഉമ്മ ഒരു കാഴ്ച കാണുന്നുണ്ട്. ഉറക്കം തൂങ്ങി നിൽക്കുന്ന മകൻ, വെള്ളപ്പാത്രവും പിടിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു മകൻ. ആ ഉമ്മ കരഞ്ഞുപോയി. ഉമ്മ ഒരു ചോദ്യം ചോദിച്ചു, പൊന്നുമോനെ, ഇതുവരെയും നീ ഇങ്ങനെ നിൽക്കുകയായിരുന്നുവോ? നഅം. കുട്ടിയുടെ മറുപടി. മാനത്തേക്ക് കൈ ഉയർത്തിയിട്ട് ആ പാതിരാത്രി ഉമ്മ ഒരു ദുആ ചെയ്തു, അല്ലാഹ് എന്റെ പൊന്നോമന മകനെ നീ നന്നാക്കണമേ എന്നാണ്. ആ ദുആ ജീവിതത്തിൽ പിന്നീട് എനിക്ക് സ്വാധീനം ചെലുത്തിയെന്ന് ആ കുട്ടി തന്നെ ഓർത്തെടുക്കുന്നത് കാണാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ ജീവിതം പഠിക്കുമ്പോൾ കാണാം ഉമ്മയുടെ സ്വാധീനം. ബാല്യത്തിൽ ബാപ്പ നഷ്ടപ്പെട്ടതാ, ഉമ്മ വളർത്തിയ മക്കൾ.
ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ ചരിത്രം വായിക്കുമ്പോഴും ഉമ്മയുടെ സ്വാധീനം കാണാൻ സാധിക്കും. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹിയുടെ ചരിത്രം വായിക്കുമ്പോഴും ഉമ്മയുടെ സ്വാധീനം കാണാൻ സാധിക്കും. ഖാദിമുൽ ഹറമൈൻ ഷരീഫൈനി എന്ന പേരിൽ അറിയപ്പെടുന്ന പരിശുദ്ധ മക്കായുടെയും മദീനയുടെയും ഭരണാധിപന്മാർ, അവർക്ക് തൊട്ട് താഴെ ആ ഖിദ്മത്തിൽ പേരുള്ള ഒരു മനുഷ്യനുണ്ടല്ലോ, രണ്ടിടത്തെയും ഇമാമായിട്ട്, സുദൈസി എന്ന് പറയുന്ന അബ്ദുറഹ്മാൻ സുദൈസി. അദ്ദേഹത്തിന്റെ ഒരു ബാല്യകാലത്തിന്റെ അനുഭവം വായിച്ചെടുക്കുമ്പോൾ കാണാൻ സാധിക്കും, ചെറുപ്പത്തിൽ ഉമ്മയുടെ ഒരു ശകാരമാണ്. ഉമ്മ ശകാരിക്ക ചെയ്തത്, വികൃതി കാട്ടിയപ്പോ ആ ശകാരം മറ്റൊന്നുമല്ല, അള്ളാഹ് മസ്ജിദുൽ ഹറമൈനിലെ ഇമാമാക്കട്ടെ എന്നാണ്. മക്കളെ ചീത്ത പറയുമ്പോൾ പോലും മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ഉമ്മമാര് ശ്രദ്ധിക്കണം. ശപിക്കരുത് മക്കളെ, പണ്ടാറടക്കട്ടെ എന്ന് പറയരുത്, അതോടുകൂടി കഴിഞ്ഞു കഥ. വാക്കുകളെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. മക്കളിൽ അന്യായങ്ങൾ ഉണ്ടാകാം, പക്ഷേ ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. വളരെ സ്നേഹത്തോടുകൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ക്ഷമ വേണം. ഈ മക്കൾ നന്നാകുക എന്നുള്ളത് നമുക്കാണ് ആവശ്യം. ഇവര് നശിക്കുക എന്നുള്ളത് ഏറ്റവും ദുഃഖവും ദുരിതവും നമ്മെ സംബന്ധിച്ചിടത്തോളവുമാണ്. അതാണ് അതിന്റെ പ്രാധാന്യം. പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാ പറഞ്ഞത്, ലാ തദ്ഉ അലാ അൻഫുസിക്കും, നിങ്ങൾ നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കരുത്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല ആൾക്കാർ, ഞാനൊന്നാണ് ചത്തുപോയാൽ നന്നായിരുന്നു പറയരുത്, പ്രാർത്ഥിക്കരുത്. ചിലപ്പോൾ അങ്ങനെ തന്നെയാണ് സംഭവിക്കും. വാക്ക് അറം പറ്റും എന്നൊക്കെ സാധാരണ പറയാറുണ്ട്, പറഞ്ഞു പോകരുത്. ആ കൂട്ടത്തിൽ പറഞ്ഞു, വലാ തദ്ഉ അലാ ഔലാദിക്കും, നിങ്ങളെ മക്കൾക്കെതിരായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കരുത്. അതും വളരെ പ്രധാനമാണ്. 3 പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയില്ലെന്ന് നമ്മൾ കേട്ടല്ലോ. അതിലൊരു ദുആ അതാണ്, മക്കൾക്കെതിരെ നടത്തുന്ന പ്രാർത്ഥന. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. മക്കൾക്ക് വേണ്ടി, മക്കൾക്ക് അനുകൂലമായിട്ടേ നിങ്ങൾ പ്രാർത്ഥിക്കാവൂ. അവിടെയാണ് ഉമ്മ ഒരു വിസ്മയമാകുന്നത്, അവിടെയാണ് ഒരു സംസ്കാരമായി മാറുന്നത്. ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹ അഅദത്ത ശഅബൻ തയ്യിബൽ അറാഖി എന്ന് പറയുന്ന ഒരു അത്ഭുതം ഉണ്ടാകുന്ന അവിടെയാണ്. അതുകൊണ്ടാണ് ഉമ്മ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാമാണ്. അതൊരു വല്ലാത്തൊരു ബന്ധമാണ്, അതൊരു ഓർമ്മയുടെ ബന്ധമാണ്, അതൊരു പ്രാർത്ഥനയുടെ തിരയടയാളമാണ്, അത് ഒരു പാരസ്പര്യത്തിന്റെ മഹാ അത്ഭുതമാണ്, മറക്കാൻ കഴിയാത്തൊരു ബന്ധമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞ, ലോകത്തെ നിനക്ക് ഏറ്റവും കടപ്പെട്ടത് നിന്റെ ഉമ്മ എന്ന് പറയുന്നത്. മക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കനമുള്ള പ്രാർത്ഥന അത് ഉമ്മയുടെ ദുആയായി മാറുന്നതും അതുകൊണ്ടാണ്. അതുകൊണ്ട് ഉമ്മയോട് മാന്യമായി പെരുമാറാൻ, അവരുടെ തൃപ്തി കരഗതമാക്കാൻ, അവരുടെ റിള പിടിച്ചു പറ്റാൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനുള്ള തൗഫീഖ് തന്ന് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. തഖ്വല്ലാഹ് ഇബാദല്ലാഹ് സാനിയൻ ബിതഖ്വല്ലാഹ്. ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ ഉരുണ്ടുകൂടുന്ന, രാജ്യത്ത് രൂപാന്തരപ്പെടുന്ന ചില ഭീതിജനകമായ ചില സാഹചര്യങ്ങൾ, അത് അള്ളാഹു നമ്മളെ അതിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. സാന്ദർഭികമായി പ്രാദേശികമായി ഓർക്കാനുള്ളത്, പട്ടമണ്ണത്തൊടി മൂസ സാഹിബ് എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹം ഒരു മാരകമായ രോഗത്തിൻ്റെ പരീക്ഷണത്തിലാണ്. പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അറിയിപ്പ് വന്നിട്ടുണ്ട്. പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ആയുധം. ചില പതിതമായ നിമിഷങ്ങളിൽ, പരിധികൾക്കപ്പുറത്ത് വരുന്ന സന്ദർഭങ്ങളിൽ ഉള്ള് തുറന്ന ഒരു ദുആയുണ്ട്, ഹൃദയം കീറി മുറിച്ച ചില ദുആകളുണ്ട്. അള്ളാഹു അത് സ്വീകരിക്കും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ സഹോദരൻ്റെ രോഗത്തിന് ശിഫ നൽകി അനുഗ്രഹം പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ. വേദനകളിൽ നിന്ന് റബ്ബ് അദ്ദേഹത്തിന് ആശ്വാസം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പോയ വാരത്തിൽ മഹല്ലിലെ 2 മരണങ്ങളെക്കുറിച്ച് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഒന്ന് പിലാത്തോടൻ സെയ്ദ് നബി സാഹിബ്, അദ്ദേഹം പെട്ടെന്നുള്ള മരണമാണ്.
ജമാഅത്തുകളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അതുപോലെ ളുഹർ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പോന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ മരണം അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്നതാണ് ആളുകൾ ശ്രദ്ധയിൽപ്പെട്ടത്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതം സ്വർഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. കുടുംബത്തിൻ്റെ ദുഃഖങ്ങൾക്ക് അള്ളാഹു സാന്ത്വനവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം ഇന്ന് നടന്ന ഒരു മരണം, ഉള്ളാട്ടുപാറ ആയിഷ അഥവാ പോക്കു സാഹിബിൻ്റെ, പരേതനായ പോക്കു സാഹിബിൻ്റെ ഭാര്യ കൂടിയാണ്. അവരുടെ മരണവാർത്ത നമ്മൾ അറിയുന്നു. അള്ളാഹു അവരുടെ ഖബറിടം സ്വർഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ഒരു നാളിൽ നമ്മളും ഇതുപോലെ കടന്നു പോകുമെന്നുള്ള ബോധം നമ്മളെക്കുറിച്ചും നമ്മുടെ പിൻഗാമികൾ ഇങ്ങനെ പറയുമോ ഇല്ലയോ എന്നുള്ള ഒരു ചിന്ത നമ്മളുടെ ഖബറിടത്തിലും അള്ളാഹു വെളിച്ചം നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല മക്കളെ തന്ന് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളെ കൊണ്ട് അഭിമാനമുള്ള ജീവിതം തന്ന് അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളുടെ അവരുടെ സ്വർഗത്തിൽ നമ്മുടെ മാതാപിതാക്കൾ എത്തിച്ചേരാൻ അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗവും വിഷമങ്ങളുമായി കഷ്ടപ്പെടുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ഷിഫയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ നാനാഭാഗത്ത് കഷ്ടപ്പാടും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മളെ സഹോദരി സഹോദരന്മാരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. കടബാധ്യതകൾ വീട്ടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്ത്. റബ്ബന ഗഫിർ ലനാ വലിഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ